ഗസയിൽ വിശപ്പടക്കാനായി അന്നം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ കൂട്ടക്കുരുതിയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ ഭക്ഷണം കാത്തുനിന്ന ഒരുപാട് ജനക്കൂട്ടത്തിന് നേരെ ടാങ്കുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഹെലികോപ്റ്ററിലെത്തി സ്നൈപ്പറുകൾ ഉപയോഗിച്ചും വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. അതിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടു, 700-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു ആക്രമണത്തിന് പിന്നാലെയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നടക്കം ഇപ്പോൾ ഹമാസ് വിട്ടുനിൽക്കുന്നത്. ദാവൂദ്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു ആക്രമണത്തെ അപലപിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത്? എന്തു പറയണം എന്ന് പോലും എനിക്കറിയില്ല. അതാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ നടന്നത് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയാണ് അവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ. പട്ടിണി മരണം ഇങ്ങനെ ഓരോ ദിവസവും പട്ടിണി മരണം നടന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ ഈ വിശക്കുന്ന മനുഷ്യർ, ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ഇവർ വെടിവെക്കുന്നത്. അത് കാണേണ്ട കാര്യം, സാധാരണ ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ 30,000 കടന്നു മരണം. അത് കൂടുതലും ഏരിയൽ ബോംബിങ്ങിലൂടെയാണ്. ആകാശത്ത് നിന്ന് ബോംബിടുമ്പോൾ ആരാണ് കൊല്ലപ്പെടുന്നത് എന്താണെന്നും അറിയില്ല. അങ്ങനെ കൊലാറ്ററൽ ഡാമേജ് എന്നൊക്കെ പ്രയോഗിക്കും. അങ്ങനെയാണ്. ഇത് അങ്ങനെയല്ല, ഇത് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ഒരു ബോംബ് വന്ന് വീണിട്ട് അതിൻ്റെ സ്ഫോടന ശക്തിയിൽ ചുറ്റുവട്ടത്തിലൊക്കെ തകർന്ന് ആളുകൾ മരിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങൾ മരിക്കുന്നത് പോലെയല്ല. ഈ ഭക്ഷണ എയ്ഡുമായിട്ട് വന്നിട്ടുള്ള NGOയുടെ ആളുകളുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ എയ്ഡ് കോൺവോയ്സ് ആ പെർട്ടിക്കുലർ റൗണ്ട് അബൌട്ടിൽ, എന്താണ്, റാഷിദ് സ്ട്രീറ്റിലെ റൗണ്ട് അബൌട്ടാണ്. റാഷിദ് സ്ട്രീറ്റിലെ റൗണ്ട് അബൌട്ടിലാണ് ഇത് സ്റ്റേഷൻ ചെയ്യുന്നതെന്നും ആളുകൾ അവിടെയാണ് നിൽക്കുന്നതെന്നുമുള്ള പ്രയർ ഇൻഫർമേഷൻ ഇസ്രായേലിന് കൊടുത്തിരുന്നു. എന്നുവെച്ചാൽ ഇൻ കോർഡിനേഷൻ വിത്ത് ഇസ്രായേലാണ്, ഈ IDF ആണ് ഇവർ ഈ എയ്ഡിൻ്റെ ഇത് നടത്തുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് എയ്ഡ് കോൺവോയ് ആണ് വരുന്നത്, ഇവിടെ നിൽക്കുന്നത് ഈ എയ്ഡ് മേടിക്കാൻ നിൽക്കുന്ന ജനങ്ങളാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വെടിവെച്ച് കൊല്ലുകയാണ്. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയല്ല. ഇതാണ് ഇസ്രായേൽ എന്ന്. ഇന്ന് വേറെയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് മുഴുവൻ ഡ്രോണുകൾ ആകാശത്ത് നിന്ന് ചിത്രീകരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ളൊരു ആക്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? ഇങ്ങനെ ആളുകളെ വിശന്നു നിൽക്കുന്ന മനുഷ്യരെ കൊന്നതുകൊണ്ട് എന്താണ് ഇസ്രായേലിന് നേടാൻ? വെടിയുണ്ടകൾ നഷ്ടപ്പെടുത്തണമല്ലോ. അപ്പോൾ കുറേ വിശക്കുന്ന മനുഷ്യരെ കൊന്നതുകൊണ്ട് ഇസ്രായേൽ എന്തു നേടും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഇസ്രായേൽ നേടുന്നത് അവർ ആത്മഹർഷം കൊള്ളും. മനുഷ്യരെ കൊല്ലുന്നതിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടരാണ്. ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആ കുഞ്ഞിൻ്റെ ബോഡിയും വെച്ചിട്ട് സെൽഫി എടുത്ത ഇസ്രായേലി പട്ടാളക്കാരുണ്ട്. ആലോചിച്ച് നോക്കൂ. കുട്ടികളെ, ചെറിയ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് വെടിയേറ്റ് വീണ കുഞ്ഞിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് സെൽഫി എടുക്കുക, അത് പ്രസിദ്ധീകരിക്കുക. അത് ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ടതല്ലേ. ഇങ്ങനെ പെരുമാറുന്ന ഒരു സൈന്യമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഒരു സംസ്കാരം അതാണ്, അവർ രൂപപ്പെട്ടത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരുപക്ഷെ കാരണം, ഇപ്പം ബൈഡൻ കഴിഞ്ഞ ആഴ്ച പറയുന്നു തിങ്കളാഴ്ച വരാനിരിക്കുന്ന തിങ്കളാഴ്ചക്കകം വെടിനിർത്തൽ കൊണ്ടുവരുന്നു, ഈ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വെള്ളിയാഴ്ചക്കകം പരമാവധി തിങ്കളാഴ്ചക്ക് മുമ്പ് പരമാവധി ആളുകളെ കൊല്ലാം എന്ന് വിചാരിച്ചിട്ടാണോ എന്നും ആകാം. പക്ഷേ അതിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വശം, മറുവശം നോക്കുമ്പോൾ ഇതിൻ്റെ ചില വീഡിയോസ്, ധാരാളം വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷവും അവിടെ നിന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്ന ഇത് കേട്ടോ, ലന്നസ്കുത്ത് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ വീഴില്ല, ഞങ്ങൾ കീഴടങ്ങില്ല. ഈ വിശന്നിരിക്കുമ്പോഴും ആളുകൾ മരിച്ചു വീഴുമ്പോഴും ഇവർ ഇത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. അതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യം. ഈ മനുഷ്യരുടെ ഒരു സമരവീര്യമെന്നോ എന്താണ്, ദൃഢനിശ്ചയം, എന്താണ് അതിന് പറയാൻ എനിക്കറിയില്ല. ലന്നസ്കുത്ത് തന്നെയാണ് അവരപ്പോഴും വിളിച്ചു പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ കൊന്നു തീർത്താലും ഞങ്ങൾ വീഴില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ്, ഹമാസ് എല്ലാ യുദ്ധവും തോൽക്കുന്നു, പക്ഷേ അവർ പ്രതീക്ഷയോടെ പോരാടും. നാമട്ടിൽ നിന്നാണ് തലക്കെട്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹമാസിന് വലിയ തിരിച്ചടിയേറ്റിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇസ്രായേൽ 147 ദിവസമായി ഇസ്രായേൽ അതിൻ്റെ മിലിറ്ററി ടാർഗറ്റുകൾ, സൈനിക ലക്ഷ്യങ്ങളിൽ പകുതി പോലും പിന്നിട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അതിലൊരുപാട് ദീർഘമായൊരു ലേഖനമാണ്. അതിൽ ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദോഹയിൽ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അവിടെ നമ്മുടെ ഫൈറ്റേഴ്സ് തളർന്നു പോവുകയാണ്, അവർ ഇസ്രായേൽ കൊന്നു തീർക്കുകയാണ് എന്നുള്ള നിലക്കുള്ള ചർച്ചകൾ. അപ്പോൾ എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മെസ്സഞ്ചർ ഒരു കവറുമായിട്ട് വരുന്നത്. അത് യഹിയ സിൻവാറിൽ നിന്നുള്ളൊരു കൊറിയറായിരുന്നു. അപ്പോൾ അത് തുറന്ന് അവരവിടെ വായിക്കുന്നു. അപ്പോൾ സിൻവാറിൻ്റെ കൊറിയറിലെ കാര്യങ്ങൾ ഞങ്ങൾ ഇൻടാക്റ്റാണ്. ഇസ്രായേൽ എവിടെ വേണമെന്നാണോ ഞങ്ങൾ വിചാരിക്കുന്നത് അവിടെ തന്നെ ഇസ്രായേൽ ഉണ്ട്. ഇസ്രായേൽ എവിടെ വേണമെന്നാണോ ഞങ്ങൾ വിചാരിക്കുന്നത് അവിടെ തന്നെ ഇസ്രായേൽ ഉണ്ട്. അതുകൊണ്ട് ബി കൂൾ, ഡോണ്ട് വറി എന്നതാണ് യഹിയ സിൻവാറിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ അവർ ഈ ലേഖകൻ പറയുന്നൊരു കാര്യമുണ്ട്. 30,000-നും 40,000-നും ഇടയിലാണ് ഈ ഖസാം ഫൈറ്റേഴ്സിൻ്റെ അവരുടെ സർവീസ്മാൻ്റെ നമ്പറായിട്ട് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ 12,000 ആളുകളെ 12,000 ഹമാസ് ഫൈറ്റേഴ്സിനെ കൊന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അവിടെ നമ്മൾ കാണണം 30,000 ആളുകൾ കൊല്ലപ്പെട്ടു, അതിൽ 12,000 ഹമാസ് ഫൈറ്റേഴ്സ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊല്ലപ്പെടൽ മഹാഭൂരിപക്ഷവും നിരപരാധികളാണെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയാണ്. എനിവേ, ഇനി 12,000 ആളുകൾ ആണ് കൊല്ലപ്പെട്ടതെങ്കിൽ 40,000-ൽ ഇനിയും ആളുകൾ ബാക്കിയെടുക്കുകയാണ് 150 ദിവസമായിട്ടും. ഇസ്രായേൽ ഹമാസിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈജിപ്ഷ്യൻ ഇൻ്റലിജൻസുമായിട്ട് പങ്കുവെച്ച ഒരു വിവരം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിലവർ പറയുന്നത് 6,000 ഫൈറ്റേഴ്സാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് പറയുന്നത്. വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ലേഖകൻ പറയുന്നത് എനിവേ ഇതിൻ്റെ ഇടയിലായിരിക്കാം സത്യം. ഹമാസ് പറയുന്നതിൻ്റെയും ഇസ്രായേൽ പറയുന്നതിൻ്റെ ഇടയിലായിരിക്കാം സത്യം. 2,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും ദിവസമായിട്ടും ഇവരുടെ 8,000 ആളുകളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്നാണ്. ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്, അവരുടെ ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്, ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസമായിട്ടും അവരുടെ സൈനിക ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതേസമയം മനുഷ്യർ മരിക്കുന്നു, പട്ടിണി കിടക്കുന്നു, ഓരോ ദിവസവും ബോംബുകൾ വന്ന് വീഴുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ദിവ്യ പറഞ്ഞാൽ ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിലുള്ള 2 ടേക്ക് ഹോം ഇതാണ്. ഒന്ന്, ഒരു സംഘം, ഒരു രാജ്യം, ലോകത്തെ ഉത്തരവാദപ്പെട്ട ഒരു രാജ്യം മനുഷ്യരെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, രോഗികളെ, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരെ അവരെ ഇങ്ങനെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇതിനിടയിലും ഈ മനുഷ്യർ പരാജയത്തിൻ്റെയോ കീഴടങ്ങലിൻ്റെയോ തോൽവിയുടെയോ പിന്മാറ്റത്തിൻ്റെയോ ഒരു ചെറു ലാഞ്ചന പോലും കാണിക്കുന്നില്ല എന്നുള്ളത്. അത് ലോകത്തിന് മുമ്പിൽ ഇതൊരു മഹാത്ഭുതമായിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ പറയാം. യെസ് അജിബ് സേൻ, ഇപ്പോൾ ഒരു 10-12 ദിവസമുള്ള ഒരു പുണ്യമാസം ആരംഭിക്കാനായിട്ട് ആ ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ കുരുതിയുടെയും വംശഹത്യയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ? ഇന്ന് ഒരു വളരെ കൗതുകമുള്ളൊരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. ജോർജ് ഗാലവി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവുണ്ട്. വളരെ ഒരു ഫാർ ലെഫ്റ്റ് രാഷ്ട്രീയ പൊസിഷനൊക്കെ ഉള്ള ആളാണ്. എൻ്റെ പേരിൽ റെസ്പെക്ട് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. അത് പിന്നീട് പിരിച്ചുവിട്ടു. അതായത് ഫലസ്തീൻ്റെ ഒരു വോക്കൽ സപ്പോർട്ടറാണ്. വെസ്റ്റേൺ കൺട്രീസിലെ ഏറ്റവും വലിയ വോക്കൽ സപ്പോർട്ടറാണ് ജോർജ് ഗാലവി. ഇന്ന് റോഷ്ഡെയിൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ലണ്ടനിൽ. അദ്ദേഹം ജയിച്ചു. അപ്പോൾ അദ്ദേഹം ജയിച്ചു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും ഗസയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ. അപ്പോൾ ഇന്ന് അദ്ദേഹം റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞത് മൈ വിക്ടറി ഈസ് ഫോർ ഗസ എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഏതെങ്കിലും അറബ് നാടുകളിലല്ല, ഇത് സൗദി അറേബ്യയിലോ UAE-യിലോ ഖത്തറിലോ അല്ലെങ്കിൽ മൊറോക്കോയിലോ ഒന്നും അല്ലാതെ സംഭവിക്കുന്നത് ഒരു വെസ്റ്റേൺ രാജ്യത്താണ്, ഒരു UK-യിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ? അതായത് അദ്ദേഹം മുഴുവൻ സംസാരിച്ചത്, അദ്ദേഹം മുമ്പേ ഫലസ്തീൻ കോസിൻ്റെ വോക്കൽ സപ്പോർട്ടറാണ്. അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം നിരന്തരം അവഹേളിക്കപ്പെടുന്ന ഒരാളാണ് UK-യിൽ. അവഹേളിക്കപ്പെടുകയും ഇപ്പോൾ എന്താണ് പറയുക, ഒരു നക്സൽ ആശയമൊക്കെ ഉള്ള ഒരാൾ കേരളത്തിലോ ഇന്ത്യയിലേക്ക് അപഹസിക്കപ്പെടുന്ന പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ അവിടെ അപഹസിക്കപ്പെടുന്നു. മുൻ MP ആണ് അദ്ദേഹം ആ ഫലസ്തീന് വേണ്ടി മാത്രം വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ ജയിച്ചു. ഇതെന്തിൻ്റെ സൂചനയാണ്? ഈ സൂചന കൃത്യമായും ഇത് UK-ക്കും അമേരിക്കയ്ക്കും അതിൽ പാഠമുണ്ട്. ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ജനങ്ങളെ എന്താണ് രേഖപ്പെടുത്തുന്നത്, അവരുടെ രാഷ്ട്രീയ നിലപാട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ US-ലൊരു ഒപ്പീനിയൻ പോൾ നടന്നു. US-ലെ ഒപ്പീനിയൻ പോളിൽ പലതരം അഭിപ്രായങ്ങൾ അമേരിക്കയിലുണ്ട്. അതായത് ഇസ്രായേൽ ഫലസ്തീൻ ക്ലാഷിൽ എന്ത് നിലപാടെന്നുള്ളതിൽ ബഹുഭൂരിഭാഗം പേരും നിഷ്പക്ഷത പാലിക്കണം അമേരിക്ക എന്ന നിലപാടാണ് സ്വീകരിക്കാറ്. ഇന്നലെ നടന്ന ഒപ്പീനിയൻ പോളിൽ ഈ നിഷ്പക്ഷത പാലിക്കണം എന്ന് പറയുന്നവരെ ശതമാനക്കണക്ക് കുറഞ്ഞു. ഏതാണ്ട് 8% പേര്
ഏതർ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? നിഷ്പക്ഷത വേണ്ട, നിഷ്പക്ഷതയല്ല ഇവിടെ വേണ്ടത് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഇത് ചെറിയ സൂചനയല്ല. പക്ഷേ നമ്മൾ നിരാശ ഉണ്ടാക്കുന്ന കാര്യം, ആരാണോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ആരാണോ ഫലസ്തീനു വേണ്ടി സഹായം നൽകേണ്ടത്, ആരാണോ ഫലസ്തീനു വേണ്ടി സംസാരിക്കേണ്ടത്, അവർ നിശബ്ദരായിരിക്കുകയും അത് ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത ഇടങ്ങളിൽ നിന്ന് ആ ശബ്ദങ്ങൾ ധാരാളമായി ഉയർന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ സംഭവം നമ്മൾ ഈ 147 ദിവസമായി ഈ യുദ്ധം തുടങ്ങുമ്പോൾ അതിൽ ബഹുഭൂരിഭാഗം ദിവസം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണ ഇതിനു മുമ്പ് നടന്ന ഇസ്രായേൽ ഫലസ്തീൻ ക്ലാഷ് പോലെ ആയിരിക്കില്ല. അതായിരിക്കില്ല എന്ന് പറയാൻ കാരണം, ഇതൊരു ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, ഒരു അധിനിവേശത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അധിനിവേശത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ചെറുത്തുനിൽപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് അവർ ക്ലൂലെസ് ആണ്, എന്ത് ചെയ്യണം എന്നതിന് ക്ലൂലെസ് ആണ്. ഇപ്പോൾ ഇന്നുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, കുറച്ച് ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചു ഇന്നലെ ഇസ്രായേൽ. വിട്ടയക്കാനുള്ള കാരണം അവരുടെ തടവറയിൽ സ്ഥലമില്ല, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ വിട്ടയച്ചു. അപ്പോൾ ആ വിട്ടയച്ചത് ശരിയാണോ അല്ലതിനെക്കുറിച്ച് ഇസ്രായേൽ സർക്കാരിനകത്ത്, വാർ ക്യാബിനകത്ത് വലിയ പ്രശ്നമാണ്. അങ്ങനെ വിട്ടയക്കാൻ പാടുണ്ടോ? ഈ വിട്ടയച്ചത് ഒരു തരം ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഫലസ്തീനിൽ. കാരണം ഈ നോമ്പ് വരാൻ പോവാണ്, റംസാൻ വരാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്തോ ഒരു ട്രൈബ്യൂട്ട് പോലെയാണ് ഇത് വരിക എന്നുള്ളത് ഒരു വാദം ഒരു വശത്ത്. അതല്ല, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് വിട്ടുകൊടുത്താണെന്നുള്ളൊരു വാദം ഒരു വശത്ത്. ഇത് വലിയ തർക്കമായിക്കൊണ്ടിരിക്കും, അങ്ങനെ വിടാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് തർക്കിക്കുന്നത്? യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തർക്കിക്കുന്നത്. മറ്റൊന്ന്, ICJയിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അവിടെ ഒരു ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വംശഹത്യ, ഒരു പ്ലോസിബിൾ ജനസോയിഡ് ഈസ് ദെയർ എന്ന് അവിടുത്തെ കോടതി കണ്ടെത്തിയ സമയത്ത്, അങ്ങനെ കോടതി കണ്ടെത്തിയ സമയത്ത് വംശഹത്യ എന്നതിന് തെളിവായിക്കൊണ്ട് ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് വംശഹത്യയാണ് നടക്കുന്നതെന്നുള്ള തെളിവ് ലോകത്തിന് കിട്ടിക്കഴിയാണ്. ജീവിച്ചിരിക്കുന്ന തെളിവ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു രാജ്യം ഒരു ക്രൈം ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വാർ ക്രൈം ചെയ്യാണ്. പരമാവധി ആ വാർ ക്രൈം ചെയ്യുമ്പോൾ അവർ ഡിഫെൻഡ് ചെയ്യാനുള്ള ചില തെളിവുകളൊക്കെ അവർ വയ്ക്കും. ഞങ്ങൾ ഇന്ന കാരണത്തിനാണ് കൊന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്തപ്പോൾ കൊളാട്രൽ ഡാമേജ് ആണെന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല. ഇത് ഒരു തരത്തിലും ഞങ്ങൾ ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നിട്ട് അവർ പറയുന്നത്, ഒരു വീഡിയോ പുറത്തുവിട്ട് അവർ പറയുന്നത് എന്താണ്? അത് വെടിവെച്ചല്ല മരിച്ചത്, അത് തിക്കും തിരക്കിലും, ഭക്ഷണം വാങ്ങാൻ തിക്കിലും തിരക്കിലാണ് മരിച്ചതെന്നാണ് സൈനിക വക്താവ് ഇന്നലെ വന്ന് വീഡിയോ പറയുന്നത്. അതെല്ലാവർക്കും അറിയാം എന്താ അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരാളൊരു ക്രൈം ചെയ്യുമ്പോൾ ആ ക്രൈമിന് തെളിവ് അവശേഷിപ്പിക്കുന്ന അയാൾ കൂൾ മൈൻഡഡായിട്ട് ക്രൈം ചെയ്യുമ്പോഴാണ്. അയാൾക്കറിയാം, അയാൾക്ക് കൃത്യമായി പ്ലാൻ ഉണ്ടായി ആ ക്രൈം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മുൻ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് കഴിയുമ്പോഴാണ് അയാൾക്ക് ആ തെളിവൊക്കെ നശിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആളുകളെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നത് അവരുടെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതാണ് തെളിയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് തെല്ലവീവിൽ നടക്കുന്ന റാലികൾ, ഈ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന റാലികൾ എവിടെയാണെന്നറിയോ? അത് നെതന്യാഹുവിൻ്റെ വീട്ടിലേക്കല്ല, US എംബസിയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നെതന്യാഹുവിൻ്റെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന റാലികൾ നടക്കുന്നത് US എംബസിയിലേക്കാണ്. ഇത് കൃത്യമായ മെസ്സേജസ് ലോകത്ത് നൽകുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ നോമ്പ് സമയത്തും തിങ്കളാഴ്ച വെടിനിർത്തൽ ഉണ്ടാവുമെന്ന് ബൈഡൻ പറയുന്നുണ്ടെങ്കിലും ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അത് തുടരാൻ തന്നെയാണ് സാധ്യത. യെസ്, അതാണ്, ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യത. ഒരു വെടിനിർത്തൽ ഉടനെയെങ്ങും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. എന്തായാലും ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.